ഫെബ്രുവരി 6-നുള്ളിൽ രാജിവെച്ചു പോകുന്ന ഫെഡറൽ സർക്കാർ ജീവനക്കാർക്ക് 8 മാസത്തെ ശമ്പളം നൽകാമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാഗ്ദാനം. യുഎസ് സർക്കാരിനു കീഴിലെ ജീവനക്കാരുടെ എണ്ണം അതിവേഗം കുറയ്ക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് നടപടി. ഇമെയിൽ വഴിയാണ് ജീവനക്കാർക്ക് സർക്കാർ ഈ അറിയിപ്പ് നൽകിയത്. രാജിക്കത്തിന്റെ മാതൃകയും ഒപ്പം നൽകിയിട്ടുണ്ട്. ഇലോൺ മസ്കിന്റെ നേതൃത്വത്തിലുള്ള ഡോജിന്റെ ഉപദേശക ബോർഡ് അംഗമായ കെയ്റ്റി മില്ലറിന്റെ എക്സ്പോസ്റ്റ് അനുസരിച്ച് യുഎസിലെ 20 ലക്ഷം സർക്കാർ ജീവനക്കാർക്കെങ്കിലും ഈ സന്ദേശം ലഭിച്ചിട്ടുണ്ട്. 10% ജീവനക്കാരെങ്കിലും വാഗ്ദാനം സ്വീകരിച്ച് രാജിവെച്ചു പോകുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ. ഫെഡറൽ ജീവനക്കാരുടെ യോഗ്യതയും പെരുമാറ്റവും അളക്കും. ഭാവിയിൽ ജീവനക്കാരുടെ എണ്ണം കുറയും. ആത്മാർത്ഥതയും വിശ്വാസ്യതയും ഉള്ളവരെ മാത്രമേ സർക്കാരിന് ആവശ്യമുള്ളൂ എന്നീ കാര്യങ്ങളും ഓഫീസ് ഓഫ് പേഴ്സണൽ മാനേജ്മെന്റിന്റെ ഇമെയിലിൽ പറയുന്നു. എല്ലാ സർക്കാർ ജീവനക്കാരും വർക്ക് ഫ്രം ഹോം അവസാനിപ്പിച്ച് ഓഫീസിൽ ഹാജരാകണമെന്ന ഉത്തരവും ഒപ്പമുണ്ട്. 1% ജീവനക്കാർ രാജിവെച്ചാൽ പോലും സർക്കാർ പദ്ധതികളുടെ സമയാധിഷ്ഠിത നടത്തിപ്പ് താറുമാറാകുമെന്ന് നയരൂപവൽക്കരണ സ്ഥാപനമായ പ്യൂ റിസർച്ച് സെന്റർ പറയുന്നു.